കേരള ചരിത്രത്തിലെ കൊടും ചതികളിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കും തികഞ്ഞ മതേതരവാദിയായ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത്. കോൺഗ്രസ് പ്രസ്ഥാനം എന്ത് നന്ദികേടാണ്, എന്ത് അവഗണനയാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. 3 വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, അതൊരു തവണ പാർലമെൻറ്റിലേക്ക്, 2 പ്രാവശ്യം അസംബ്ലിയിലേക്ക്, അതും കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് പത്മജ വേണുഗോപാലിന് മത്സരിക്കാനുള്ള അവസരങ്ങൾ തോറ്റതിന് ശേഷവും കോൺഗ്രസ് പാർട്ടി നൽകിയത്. സംഘടനാപരമായി KPCC ജനറൽ സെക്രട്ടറി, അതേപോലെ തന്നെ ഹയസ്റ്റ് ബോഡി, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയസ്റ്റ് ബോഡിയായി കണക്കാക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പോലും കോൺഗ്രസ് പ്രസ്ഥാനം ആ സ്ഥാനവും ബഹുമാനവും കൊടുത്തെങ്കിൽ ഇപ്പോൾ എന്ത് അവഗണനയുടെയും നന്ദികേടിൻ്റെയും പേരിലാണ് ഈ ചേക്കേറുന്നത് എന്ന് ജനം മനസ്സിലാക്കും എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് പുറകെ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഒരു ബി.ജെ.പിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് കെ കരുണാകരൻ്റെ മകൾ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേക്കേറുകയാണെങ്കിൽ, ഒരിക്കലും ഇനി ആ അച്ഛൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ അച്ഛൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ, ഈ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയ ഒരു മഹാപുരുഷനാണ്. പലപ്പോഴും പത്മജ വേണുഗോപാൽ പറഞ്ഞതായി നമ്മൾ കണ്ടതാണ്, ആ അച്ഛൻ്റെ മകളാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത്. ആ അച്ഛൻ്റെ ആത്മാവിന് പോലും ഏറ്റവും വലിയ നോവാണ് ഈ മകൾ നൽകിയിരിക്കുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, മതേതര കേരളം ഈ ചേക്കേറലിനെ തീർച്ചയായും തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു കാര്യമായി ഇതിനെ കാണുന്നു.